യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ നിരവധി സിനിമകളാണ് പുറത്തിറങ്ങാറുള്ളത്. അത്തരം സിനിമകൾക്കെല്ലാം തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയും ലഭിക്കാറുണ്ട്. അക്കൂട്ടത്തിലേക്ക് മറ്റൊരു ചിത്രം കൂടി എത്തുകയാണ്. 1980കളുടെ മധ്യേ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പോലീസിന്റെ നരനായാട്ടിലൂടെ കുപ്രസിദ്ധി നേടിയ ഇടുക്കിയിലെ തങ്കമണി സംഭവം. ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ഫൈറ്റ് ഒരുക്കാൻ 4 മികച്ച ഫൈറ്റ് മാസ്റ്റേഴ്സ് ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ചിത്രമായ ജയിലറിന് ഫൈറ്റ് ഒരുക്കിയ സ്റ്റണ്ട് ശിവയും, ടൊവിനോയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ തല്ലുമാലയ്ക്കും, അജിത്തിന്റെ ചിത്രം തുനുവിനും ഫൈറ്റ് ഒരുക്കിയ സുപ്രീം സുന്ദറും, പൃഥ്വിരാജ് ബിജു മേനോൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിക്കും, അജിത്തിന്റെ മെഗാ ഹിറ്റ് ചിത്രമായ ബില്ലയ്ക്കും ഫൈറ്റ് ഒരുക്കിയ രാജശേഖറും, മലയാളത്തിന്റെ സ്വന്തം ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശിയും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ഈ 4 പേരും ചേരുമ്പോൾ തങ്കമണിയിലെ ആക്ഷൻ രംഗങ്ങൾ തീ പാറും എന്നത് ഉറപ്പാണ്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ ഓരോ ആക്ഷൻ രംഗങ്ങളും തിയേറ്ററുകളിൽ പൂരപ്പറമ്പാകുമെന്ന കാര്യം ഉറപ്പാണ്. ദിലീപിന്റെ അഭിനയ ജീവിതത്തിലെ 148ാമത്തെ ചിത്രം കൂടിയാണ് തങ്കമണി. 3.5 പതിറ്റാണ്ടിന് മുൻപ്, അതായത് 1986 ഒക്ടോബർ 21-ന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ലാത്തിചാർജും വെടിവെപ്പും ഉണ്ടായ ഈ സംഭവം കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയിരുന്നു. കൂടാതെ അന്നത്തെ കെ കരുണാകരൻ മന്ത്രിസഭയെ വരെ താഴെയിറക്കാൻ ഈ സംഭവം കാരണമായി മാറിയിരുന്നു. ഇതിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് തങ്കമണി എന്ന ചിത്രത്തിന്റെ പ്രമേയം. 1987-ൽ PJ വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്ന ചിത്രവും തങ്കമണി സംഭവം ആസ്പദമാക്കി തയ്യാറാക്കിയതാണ്. റോയൽ ഫിലിംസിന്റെ ബാനറിൽ അച്ഛൻകുഞ്ഞ് നിർമ്മിച്ച സിനിമയിൽ രതീഷ്, ഷാരി, ജനാർദ്ദനൻ, പ്രതാപ് ചന്ദ്രൻ, MG സോമൻ, കുണ്ടറ ജോണി തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചത്. വർഷങ്ങൾക്ക് ശേഷം സൂപ്പർഹുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരിയും ഇർഫാൻ മീഡിയയുടെ ബാനറിൽ റാഫി മദരിയും ചേർന്ന് നിർമ്മിച്ച തങ്കമണി സംഭവം വീണ്ടും സിനിമയാകുമ്പോൾ പുതിയ കാലത്തിന്റെ സാങ്കേതികത്വവും ദൃശ്യചാരുതയും ഒത്തിണങ്ങിയ ഒരു സൃഷ്ടിയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്.